നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. കോഴിക്കോട്ട് ഒരു കോഴ വിവാദത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് CPM. അതായത് PSC അംഗത്വം. നമുക്കറിയാം, ഈ PSC അംഗം എന്ന് പറഞ്ഞാൽ പൊന്മുട്ടയിടുന്ന താറാവാണ്. 3 ലക്ഷത്തോളമാണ് ശമ്പളം. പിന്നീട് 6 വർഷം ഈ 3 ലക്ഷത്തിനടുത്ത് ശമ്പളം വാങ്ങി ജീവിക്കാം. മറ്റ് ആനുകൂല്യങ്ങൾ വേറെയും. ഇത് കൂടാതെയാണ് ഇതിന് ശേഷമുള്ള സർവീസ് കാലാവധിക്ക് ശേഷമുള്ള പെൻഷൻ. ഇതൊക്കെ കണക്കുകൂട്ടുമ്പോൾ ഒരു PSC അംഗം വിരമിക്കുമ്പോൾ 6 വർഷമാണല്ലോ കാലാവധി. എത്ര ലക്ഷം രൂപ, എത്ര കോടി രൂപ വന്നു പോകും എന്നുള്ള കാര്യം നമുക്കറിയാം. രാഷ്ട്രീയ നിയമനങ്ങളാണ് PSCയിൽ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്നതുകൂടി ചേർത്ത് വായിക്കണം. LDF ആണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. LDFിലെ ഘടകകക്ഷികൾക്കൊക്കെ, മിക്ക ഘടകകക്ഷികൾക്കും PSC അംഗത്വമുണ്ട്. PSC അംഗത്വമായി ആളുകളെ നിർദ്ദേശിക്കാം. അവരെ ഗവർണർ നോമിനേറ്റ് ചെയ്യുകയാണ് പതിവ്. ഇവിടെ ഈ കോഴ ആരോപണം നേരത്തെയും ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം, കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം തന്നെയാണ് ഇപ്പോൾ ഈ കോഴ ആരോപണത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. ഒരു ആയുർവേദ ദമ്പതികൾക്ക് 22 ലക്ഷം രൂപ, 60 ലക്ഷമാണ് മൊത്തം, അതിൽ 22 ലക്ഷം രൂപ അവരിൽ നിന്ന് വാങ്ങി PSC അംഗത്വം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാണ് പറയുന്നത്. മുഹമ്മദ് റിയാസിന്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയിലുണ്ട് എന്നറിയുന്നു. അദ്ദേഹം പക്ഷേ നിഷേധിക്കുകയാണ്. PSC അംഗത്വവുമായി ബന്ധപ്പെട്ട് ഈ പരാതിയിൽ CPM അന്വേഷണം തുടങ്ങി എന്ന വാർത്തയും ഇന്ന് രാവിലെ MS സനീഷ് കുമാർ റിപ്പോർട്ട് ചെയ്തു. 3 അംഗ സമിതി അന്വേഷിക്കുന്നുണ്ട്. ഈ നടപടി ഉണ്ടാകുമെന്ന കാര്യം വളരെ വ്യക്തമാണ്. മറ്റൊന്ന്, ഇന്ന് നിയമസഭയിൽ ഈ വിഷയം ഷംസുദ്ദീൻ MLA ഉന്നയിച്ച പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. പക്ഷേ അത് മുഖ്യമന്ത്രി അതിനോട് ഏതാണ്ട് അത് നിഷേധിക്കാതെയാണ് പ്രതികരിച്ചത് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഇത്തരം നിരവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, പല തലത്തിലുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതിലൊക്കെ നടപടി ഉണ്ടാകും എന്നും അദ്ദേഹം നിയമസഭയിൽ പറയുമ്പോൾ ഈ ആരോപണങ്ങൾ, ഉയർന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രി നിഷേധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഭവമായി മാറുകയാണ്. ഒപ്പം കോൺഗ്രസ് ഈ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം, കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ചുള്ള ഒരു അന്വേഷണം കൂടി ആവശ്യപ്പെട്ട പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ എത്രയൊക്കെ നിഷേധിച്ചാലും പാർട്ടി അതിൻ്റെ സ്വാധീനം, നേതാക്കളുമായുള്ള ബന്ധമൊക്കെ ഉപയോഗിച്ചാണ് ഈ കോഴിക്കോട്ടെ യുവ നേതാവ് ഇത്തരത്തിൽ പണം വാങ്ങിയത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇയാൾക്ക് നടപടി ഉണ്ടാകും. പദവികളിൽ നിന്ന് CPMൽ ഇയാൾക്ക് ഭാരവാഹിത്വമുണ്ട്, CI2വിൽ ഭാരവാഹിത്വമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഇന്ന് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഷംസുദ്ദീനാണ് ഉന്നയിച്ചത്. അതിലേക്ക് സർ, ഇന്ന് ഏറ്റവും വലിയൊരു വാർത്ത, ഒരു PSC അംഗമാകുന്നതിന് ഒരു ഭരണകക്ഷി നേതാവ് 60 ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും അതിൽ 22 ലക്ഷം രൂപ ആ പാർട്ടി നേതാവിന് കൈമാറിയെന്നും ഇതിന്റെ അന്വേഷണം അങ്ങയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സർ. ഇതിനു മുമ്പും PSC അംഗമാകുന്നതിന് ഇങ്ങനെ പണം കൈക്കൂലി കൊടുക്കുന്ന ഒരു വാർത്തകൾ വന്നിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ഈ ജോലിയും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇപ്പൊ കോഴിക്കോട്ട് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ എന്ത് നടപടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? PSC എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ രീതിയിൽ കാര്യങ്ങൾ ഭരണഘടന ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ്. ആ സ്ഥാപനത്തെ, അല്ലെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. നിർഭാഗ്യകരമായൊരു വശമാണത്. അത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റു പ്രശ്നങ്ങൾ, തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണുന്നത്. അപ്പോൾ തട്ടിപ്പ് ആ രീതിയിൽ നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറയുന്നില്ല. മുഖ്യമന്ത്രിയും ഞാൻ മനസ്സിലാക്കുന്നത് CPM ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അന്വേഷണത്തിൽ ഈ പറഞ്ഞ നേതാവ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർന്നാണ് ജില്ലയിലേക്ക് ഈ വിഷയം വീണ്ടും അയക്കുന്നത്. കാരണം ഇയാൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരുകൾ പറഞ്ഞാണ് ഈ പണം വാങ്ങിയത് എന്ന ആരോപണവും ഉണ്ട്. ഇയാളുടെ പേരും ഏതാണ്ട് മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ട് തുടങ്ങിയ പശ്ചാത്തലമുണ്ട്. നമ്മൾ പക്ഷേ കുറച്ചുകൂടി വ്യക്തത വരണം എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളിലേക്കൊന്നും കാര്യമായി കടക്കാത്തത് എന്നുള്ളതാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഏതായാലും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു.
നേരത്തെ നമുക്കറിയാം ഈ ആരോപണ വിധേയ നേതാവ് ന്യൂസ് എയ്റ്റീനോട് സംസാരിച്ചു. അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രമോദ് കോട്ടുളി ആണ് CPM ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടുളിക്കെതിരെയാണ് ആരോപണം ഉണ്ടായത്. MS സനീഷ് കുമാറും ചേരുന്നു. ഒപ്പം നിയമസഭയിലെ വിഷയങ്ങളുടെ വിശദാംശങ്ങളുമായി VV അരുണും നമ്മോടൊപ്പം ചേരും. ആദ്യം അനീഷിലേക്ക് ഒന്ന് പോകണം. അനീഷ്, ഗുരുതരമായ ഒരു ആരോപണം. അതിനു മുമ്പ് നമുക്ക് അരുണിലേക്ക് ഒന്ന് പോകാം. അരുൺ നിയമസഭയുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് എന്ന് മനസ്സിലാകുന്നു. നിയമസഭയിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ആരോപണം നിഷേധിച്ചില്ല എന്നുള്ളത് തന്നെയല്ലേ അരുൺ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഈ ഒരു ആരോപണം, ഈ വാർത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളുന്നില്ല. N ശംസുദ്ദീനാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പൊതുധാരണ അടിസ്ഥാനത്തിൽ ചോദിച്ച ചോദ്യമാണെന്ന് വ്യക്തമല്ല. പക്ഷേ PSCയുമായി ബന്ധപ്പെട്ട ചോദ്യം സഭയിൽ നടക്കുമ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട വിഷയമായിരുന്നു. അതിനിടയിലാണ് ഈ കോഴ ആരോപണം N ശംസുദ്ദീൻ ഉന്നയിച്ചത്. ഇത്തരത്തിൽ ഭരണകക്ഷിയിലെ ഒരു പ്രധാന നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് പണം തട്ടാൻ ഒരു നേതാവ് ശ്രമിച്ചു എന്ന ആരോപണമാണ് ശംസുദ്ദീൻ ഉന്നയിച്ചത്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുള്ള ചോദ്യം. മുഖ്യമന്ത്രി PSC അപകീർത്തിപ്പെടുത്താൻ കഴിഞ്ഞ കുറെ നാളുകളായി ശ്രമം നടക്കുന്നുവെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ആർക്കെങ്കിലും പണം കൊടുത്ത് നേടാവുന്നല്ല PSC അംഗം എന്ന പദവി. അതുകൊണ്ട് തന്നെ അതിൽ അത്തരം തട്ടിപ്പ് നടക്കരുതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, പക്ഷേ പല രൂപത്തിലുള്ള തട്ടിപ്പുകൾ സംസ്ഥാനം നടക്കുന്നുണ്ട്, അതിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതായത് ഇത്തരമൊരു അഴിമതി കോഴ ആരോപണം ഉണ്ട്, അത് ശരിവെച്ചുകൊണ്ടുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. നമുക്കറിയാം CPMന്റെ സംസ്ഥാന നേതൃത്വത്തിനടക്കം ഇക്കാര്യത്തിൽ കൃത്യമായ അറിവുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉയർന്നു വന്ന പരാതിയാണ് CPM നേതൃത്വത്തിന് മുന്നിൽ. അത് ഇന്നലെ പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. CPM അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CPMന്റെ ജില്ലാ സെക്രട്ടറി അംഗങ്ങൾ 2 പേർ ഈ വിഷയം അന്വേഷിക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസുമായിട്ടുള്ള ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഏരിയ കമ്മിറ്റി അംഗം ഏരിയ സെന്ററായി പ്രവർത്തിക്കുന്ന കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റിയിൽ ഏരിയ സെന്ററായി പ്രവർത്തിക്കുന്ന നേതാവ്, യുവജന നേതാവ് ഈ തട്ടിപ്പ് നടത്തി, അത് മുഹമ്മദ് റിയാസിന്റെ പേര് ഉപയോഗിച്ച തട്ടിപ്പ് നടത്തിയ പരാതിയാണ് CPM ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസും ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുമുണ്ട്. ഏതായാലും മുഹമ്മദ് റിയാസിന് പുറമെ മറ്റു ചില നേതാക്കളുടെ പേര് പറഞ്ഞുകൂടി ഇയാൾ തട്ടിപ്പിന് ശ്രമം നടത്തിയതായ വിവരം CPM ലഭിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും തോട്ടത്തിൽ രവീന്ദ്രൻ, സച്ചിൻ ദേവ് തുടങ്ങിയ MLA മാർ, CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ, മുൻ ലോക്സഭാ അംഗം മന്ത്രി എടമരം കരീം, ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി A സജീവൻ തുടങ്ങിയവരുടെ പേര് പറഞ്ഞും ഇയാൾ തട്ടിപ്പിന് ശ്രമം നടത്തിയ വിവരങ്ങൾ CPM ലഭിച്ചിട്ടുണ്ട്. അയാൾക്കെതിരെ വൈകാതെ നടപടി ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് പാർട്ടി നടപടിക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. കാരണം ഇവിടെ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റ് MLA മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരാൾ തട്ടിപ്പിന് ശ്രമം നടത്തുന്നു. അതും ഭരണഘടനാ സ്ഥാപനമായ PSCയുടെ അംഗത്വം വാങ്ങി നൽകാമെന്ന് തട്ടിപ്പ് നടത്തുന്നു. അതിനുശേഷം അത് ലഭിക്കാതെ വന്നപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പദവി നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നു. അത്തരം വിഷയങ്ങളിൽ പോലീസോ വിജിലൻസോ അടക്കമുള്ള ഏജൻസികളുടെ അന്വേഷണം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. തുടരുക. നമുക്ക് MS സനീഷ് കുമാറിലേക്ക് ഒന്ന് പോകണം. അനീഷ, ഈ പരാതി, ഈ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളി, അദ്ദേഹം അവിടെ ഏരിയ കമ്മിറ്റി അംഗമാണ്, ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ് കോഴിക്കോട്ടെ എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തോട് അനീഷ് സംസാരിച്ചിരുന്നു ടെലിഫോണിലൂടെ. അദ്ദേഹം പറഞ്ഞത് ഇത് തനിക്കെതിരെ ഒരു നേതാവും വിശദീകരണം തേടിയിട്ടില്ല, പാർട്ടി വിശദീകരണം തേടിയിട്ടില്ല. ആരെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ പരസ്യമായി രംഗത്ത് വരട്ടെ എന്നുള്ളതാണ്. ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി ഇതിനെ സമീപിക്കാനുള്ള കാരണം എന്താണ്? ഇയാൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് ഏതാണ്ട് പാർട്ടിക്കുള്ളിൽ ഒരു വിലയിരുത്തൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടി. ഇക്കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രമോദ് കോട്ടുളി നമ്മോട് പ്രകടിപ്പിച്ചത്. കാരണം ഒരു തരത്തിലുമുള്ള അഴിമതിയോ കോഴ ഇടപാടുകളോ താൻ ചെയ്തിട്ടില്ല. ആരാണ് പരാതിക്കാർ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പരാതിയാണ് പരാതിക്കാർ, പരസ്യമായി തന്നെ മുന്നോട്ട് വരാൻ താൻ പറയുകയാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകൾ, ഓഡിയോ ക്ലിപ്പുകളൊക്കെ എന്നിവ കൈവശമുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. അങ്ങനെയെങ്കിൽ ആ വാർത്തകൾ ശരിയാണെങ്കിൽ ആ ക്ലിപ്പുകൾ പുറത്തുവിടട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏരിയ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒരു തരത്തിലുമുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് തന്നോടുണ്ടായില്ല. ജില്ലാ സെക്രട്ടറിയോ മറ്റ് ജില്ലാ കമ്മിറ്റിയോ പാർട്ടി സെക്രട്ടേറിയറ്റോ ഒന്നും ഇത് സംബന്ധിച്ച ഒരു വിവരവും തന്നോട് ഇതുവരെ തേടിയിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്. ചില പ്രത്യേക ലക്ഷ്യം വെച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ
പുറത്തു വരുന്നത് എന്നും ആണ് പ്രമോദ് കോട്ടൂളി ന്യൂസ് 18നോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പാർട്ടിയുടെ ഒരു അനുമതി തേടിയ ശേഷം വിശദമായി തന്നെ മാധ്യമങ്ങളെ കാണും, അല്ലെങ്കിൽ നമുക്കടക്കം കൃത്യമായൊരു സൗണ്ട് ബൈറ്റ് എന്ന രീതിയിൽ തന്നെ നൽകും എന്നും അദ്ദേഹം പറയുന്നു. അത്ര ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. നേരത്തെ ഇന്ന് കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്ന ചില വിവരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഇന്ന് പാർട്ടി ഓഫീസിലേക്ക് എത്തില്ല. അദ്ദേഹം പേരാമ്പ്ര, വടകര മേഖലകളിലെ പാർട്ടി മേഖല റിപ്പോർട്ടിങ്ങിൽ പങ്കെടുക്കുകയാണ് എന്നും വ്യക്തമാക്കുന്നു. ഒപ്പം ഈ CPM-ന്റെ ഒരു ഔദ്യോഗിക വിശദീകരണം, അല്ലെങ്കിൽ CPM ജില്ലാ സെക്രട്ടറിയോട് ഈ വിഷയത്തിലുള്ള പ്രതികരണം തേടാൻ പലവട്ടം ഫോൺ വിളിച്ചെങ്കിലും പലപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യുകയുണ്ടായില്ല. ഒപ്പം പലപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിലും ഉണ്ടായി. എന്തായാലും CPM-മായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ചില ഉറവിടങ്ങളിൽ നിന്നറിയുന്നത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ പാർട്ടി കമ്മീഷനെ ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു അന്വേഷണ സമിതിയെ പാർട്ടി നിയോഗിച്ചിട്ടില്ല എന്നാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ്. ശ്രീ എം ടി രമേശ്, BJP നേതാവ് ശ്രീ എം ടി രമേശ് ടെലിഫോണിലാണ്. ശ്രീ എം ടി രമേശ്, വലിയൊരു ആരോപണമാണ് CPM നേരിടുന്നത്. മുഖ്യമന്ത്രിയും ഇന്ന് സഭയിൽ ഏതാണ്ട് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് സംസ്ഥാനത്ത് എന്നും അത് നടപടി ഉണ്ടാകുമെന്നും പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിവരമുണ്ട് എന്നാണ്. ശ്രീ രമേശ്, പ്രമുഖനായിട്ടുള്ള ഒരു യുവജന നേതാവിനെതിരായിട്ടാണല്ലോ ആരോപണം വന്നിട്ടുള്ളത്. അദ്ദേഹം മന്ത്രി റിയാസിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളാണ്. നേരത്തെ മന്ത്രിയാവുന്നതിന് മുമ്പ് കോഴിക്കോട്ടെ CPM-നകത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ റിയാസിന്റെ കൂടെ വന്നിട്ടുള്ള ചെറുപ്പക്കാരനാണ്. ഇപ്പോ മന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള ആളാണ്. അയാൾക്കെതിരായിട്ടാണ് പരാതി വന്നിട്ടുള്ളത്. സ്വാഭാവികമായും മന്ത്രിക്ക് കൂടി റോൾ ഉണ്ടാവണമല്ലോ. മന്ത്രിയുടെ അറിവില്ലാതെ CPM-ന്റെ പ്രമുഖനായ നേതാവ് ഇങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പൊ ഇത് ഒരു വലിയ അഴിമതിയുടെ ഒരു ചെറിയ കാര്യം മാത്രമേ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളൂ. ഇതിപ്പോ ഒരാൾ തുറന്നു പറയാൻ തയ്യാറായത് കൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ അറിഞ്ഞത്. ഇങ്ങനെ എത്ര നിയമനങ്ങളിൽ ഇവർ പണം വാങ്ങിയിട്ടുണ്ടാകും. അപ്പൊ PSC നിയമനം എന്ന് പറയുന്നത് ഒരു വലിയ അഴിമതിയുടെ കേന്ദ്രമായിട്ട് മാറുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടതാണ്. സത്യത്തിൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടന്നിട്ടുള്ള PSC നിയമനങ്ങളെ സംബന്ധിച്ചും PSC പരീക്ഷാ നടത്തിപ്പിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതാണ്. ആ അന്വേഷണം നടത്തിയാൽ വലിയ അഴിമതികളായിരിക്കും പുറത്തു വരിക. ശ്രീ എം ടി രമേശ്, ഈ PSC അംഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗവർണർ അടക്കം ചില നിലപാടുകൾ പ്രഖ്യാപിച്ചതാണ്. അതായത് ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്, സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, അവർക്ക് ലഭിക്കുന്ന ശമ്പളം, ജീവിതകാലം മുഴുവനുള്ള പെൻഷൻ, അങ്ങനെ കോടിക്കണക്കിന് രൂപ ഒരു അംഗമായി പുറത്തു പോകുമ്പോൾ ലഭ്യമാകുന്ന സ്ഥലമാണ്. അവിടെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് LDF-ന്റെ പലതും പേയ്മെന്റ് നിയമനമാണ് എന്ന്. ഇപ്പോൾ CPM തന്നെ പ്രതിക്കൂട്ടിലാവുകയാണ് എന്നുള്ളതല്ലേ ഗൗരവതരമായ സാഹചര്യം? PSC അംഗങ്ങളെ നിയമിക്കുന്ന രീതിയിൽ തന്നെ വലിയ വിവാദം ഉണ്ടായിട്ടുള്ളതാണ്. കാരണം PSC അംഗങ്ങളായിട്ട് നിയമിക്കേണ്ടത് വിവാദങ്ങൾക്ക് അതീതരായിട്ടുള്ള ആളുകളാണ്. പക്ഷെ കേരളത്തിൽ ക്രിമിനൽ കേസുകൾ പ്രതികളായിട്ടുള്ള ആളുകളെ വരെ PSC അംഗങ്ങളായിട്ട് നിയമിക്കുന്നു എന്ന് നേരത്തെ പരാതി വരികയും ഗവർണർ മുമ്പാകെ ഈ പരാതി എത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ചില ആൾക്കാരുടെ നിയമനം സംബന്ധിച്ചിടത്തോളം ഗവർണർ എതിരായിട്ട് നോട്ട് എഴുതിയതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ PSC അംഗങ്ങളായിട്ട് ഇത്തരം വിശ്വസ്തരായിട്ടുള്ള CPM-ന്റെ ആളുകളെ നിശ്ചയിക്കുന്നത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അഴിമതി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് PSC-യിൽ കരാർ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ആ കരാർ നിയമനങ്ങളെല്ലാം വിവിധ തസ്തികകളിലേക്ക്, വിവിധ വകുപ്പുകളിലേക്ക് PSC-യെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് കരാർ നിയമനം നടക്കുന്നു. അതിൽ വലിയ കോഴകളാണ് ഉണ്ടാകുന്നത്. PSC തന്നെ പരീക്ഷ എഴുതി നടത്തിയിട്ടുള്ള ആളുകളെ നിയമിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പിൻവാതിലൂടെ നിയമനം നടക്കുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ അഴിമതികൾ CPM-ന്റെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഒക്കെ ഇതിൽ പങ്കുണ്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ചെറിയൊരു കാര്യം മാത്രമാണ്. ഇത് വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയിലേക്കും കാര്യങ്ങൾ നീങ്ങുക. ഏതായാലും CPM, നന്ദി ശ്രീ എം ടി രമേശ്. ഏതായാലും CPM വലിയ കുരുക്കിലേക്കാണ്. അരുണുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നേരത്തെ ലഭിച്ചിട്ടുണ്ട്. ഒരു അന്വേഷണം പാർട്ടി അതിൻ്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ട്. ഈ പ്രമോദ് എന്ന് പറയുന്ന ആൾക്കെതിരെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. തുടർന്നാണ് ജില്ലയിലേക്ക് ഈ വിഷയം അയക്കുകയും നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഈ വിഷയത്തിലൊരു ധാരണയുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ? തീർച്ചയായിട്ടും CPM നേതൃത്വം ഈ പരാതി നേരത്തെ അറിഞ്ഞിരുന്നു. അതിൽ അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര അന്വേഷണവും നേരത്തെ ആരംഭിച്ചതാണ്. പ്രമോദിനെതിരെ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ വൈകാതെ നടപടി ഉണ്ടാകുമെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ഈ പരാതി CPM നേതൃത്വം ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഭാഗമായുള്ള അന്വേഷണമാണ് അവർ നടത്തിയത്. പക്ഷേ ഇത് അങ്ങനെ ഒരു പാർട്ടി അന്വേഷണം മാത്രം നടത്തേണ്ട വിഷയമാണോ എന്ന ചോദ്യമാണ് പ്രധാനമായും
ഉയർന്നു വരുന്നതിന് കാരണം ഭരണഘടനാ സ്ഥാപനമായ PSCയാണ് ഇത്തരത്തിൽ PSC അംഗത്വം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പണം വാങ്ങിയതും ലക്ഷക്കണക്കിന് രൂപ ഇനിയും വാങ്ങാൻ ആവശ്യം ഉന്നയിച്ചതും. അതുകൊണ്ട് തന്നെ അവിടെ മറ്റു അന്വേഷണങ്ങൾ, പാർട്ടി അന്വേഷണത്തിന് അപ്പുറത്തേക്ക് വിജിലൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളോ അന്വേഷിക്കണമോ എന്ന കാര്യമാണ് പ്രധാനമായും ഉയരുന്ന ആവശ്യം. പാർട്ടി അന്വേഷണം കൊണ്ട് മാത്രം ഒതുക്കാവുന്ന വിഷയമായി നിൽക്കില്ല എന്ന് ഉറപ്പാണ്. മന്ത്രി മുഹമ്മദ് റിയാസിന് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധമുണ്ടെന്ന് ഈ ഘട്ടത്തിൽ ആരും ആരോപണം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് നടന്നത്. അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുള്ള യുവ നേതാവിന്റെ പേരിലാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. പ്രമോദ് കോട്ടുളി വർഷങ്ങളായി മന്ത്രി മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കോഴിക്കോടുകാർക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. കോഴിക്കോട് പുതിയ ഏരിയ കമ്മിറ്റി, ടൗൺ കേന്ദ്രീകരിച്ച ഒരു പുതിയ ഏരിയ കമ്മിറ്റി വരുമ്പോൾ അതിലേക്ക് പ്രമോദിനെ കൊണ്ടുവന്നതും മുഹമ്മദ് റിയാസുമായി അടുപ്പമുള്ള ആളുകൾ തന്നെയെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിയുമായി ഇത്രയധികം അടുത്ത് നിൽക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്തെങ്കിൽ അതിൽ നിയമപരമായ നടപടികൾ വേണമെന്ന ആവശ്യമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. അതാണ് സാഹചര്യം. അനീഷ്, ഇവിടെ ഈ മുഹമ്മദ് റിയാസുമായി ഉള്ള അടുപ്പമാണല്ലോ കൂടുതൽ വിവാദത്തിന് കാരണമായത് ഈ പ്രസ്തുത വ്യക്തിക്ക്. അത് പറഞ്ഞാണ് ഇയാൾ ഈ കോഴ വാങ്ങിയത് എന്ന് മനസ്സിലാകുന്നു. 60 ലക്ഷമാണ് ആവശ്യപ്പെട്ടതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ഈ പറഞ്ഞ ദമ്പതികൾ, ഈ ആയുർവേദ ഡോക്ടർമാരായ ദമ്പതികളാണ് പരാതിക്കാരെന്ന് മനസ്സിലായത്. അവർ പുറത്തു പറയാൻ സാധ്യതയുണ്ടോ? തുറന്നു പറയുമോ? ഇപ്പോൾ ഈ പ്രമോദ് അടക്കം ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു വരുമ്പോൾ അതിന് മറുത്തൊരു വാദം പ്രമോദ് പറയുന്ന പോലെ തെളിവടക്കം പുറത്തു വരണ്ടേ? നമ്മൾ പാർട്ടിക്കുള്ളിൽ തന്നെ CPM-നെ നമുക്ക് ചില ആളുകളോട് നമ്മൾ സംസാരിച്ചു. CPM ജില്ലാ ഘടകത്തിലുള്ള ആളുകളോട് സംസാരിച്ചു. അവർ പറയുന്നത് മറ്റു ചില കഥകളാണ്. പ്രത്യേകിച്ചും ഈ PSC അംഗത്വം പോലെയുള്ള വിഷയങ്ങളല്ല എന്ന രീതിയിലാണ് പുതിയ ഒരു വ്യാഖ്യാനം നൽകുന്നത്. ഈ ആയുർവേദ ഡോക്ടറായ ആൾക്ക് PSCയിൽ ജോലി ലഭിക്കുന്നതിനായി ഇൻ്റർവ്യൂവിനുള്ള ഇത് ലഭിച്ചിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിൽ സഹായിക്കുക എന്ന ആവശ്യവുമായാണ് പ്രമോദ് കോട്ടുളിയെ ഈ ആൾ സമീപിച്ചത്. എന്നാൽ ജോലി വാങ്ങി നൽകാമെന്ന് വാക്ക് പറയും, ഒരു പണം ഉറപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഡോക്ടർക്ക് തസ്തികയിൽ നിയമനം ലഭിച്ചില്ല. നിയമനം ലഭിക്കാത്തതിനെ തുടർന്ന് ഈ ഡോക്ടർ പരാതിയുമായി പാർട്ടിയുടെ അടുത്തെത്തുകയായിരുന്നു. മറ്റു ചില നിയമനങ്ങൾ, ഇത് സമാനമായ രീതിയിലുള്ള മറ്റു ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ടും സമാന രീതിയിലെ ചില ഇടപെടലുകൾ നടത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രമോദ് കോട്ടുളി എന്ന ഏരിയ കമ്മിറ്റി അംഗം എന്തിന് ഇത്തരത്തിലെ കാര്യങ്ങൾ നേരിട്ട് ചെയ്യുന്നു? അല്ലെങ്കിൽ ഇത് പാർട്ടി തലത്തിൽ ഏരിയ കമ്മിറ്റിയിലോ ജില്ലാ സെക്രട്ടറിയും ഒക്കെ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ സ്വന്തം നിലയിൽ ചെയ്യുന്നു എന്ന രീതിയിൽ അത് പണത്തിന്റെ വരവ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവാമെന്ന സംശയമുണ്ടാവുകയും കഴിഞ്ഞ ദിവസം ഈ പാർട്ടി യോഗം ചേർന്നപ്പോൾ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും അടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് വിശദമായി ചർച്ച ചെയ്ത് അംഗത്തിനെതിരെ ഉചിതമായ നടപടികൾ എടുക്കാമെന്ന ധാരണയിൽ പിരിഞ്ഞു എന്ന രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷേ പൂർണ്ണമായും CPM-ന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു ഭാഗമാവാനാണ് സാധ്യത. മറുത്ത് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കുക എന്ന ഒരു രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് നേരത്തെ പാർട്ടിയിൽ കോഴിക്കോട് ജില്ലാ ഘടകത്തിൽ ഉണ്ടായതും. പക്ഷേ ഈ പരാതി പുറത്തേക്ക് വരികയും ഇത് പരസ്യമാവുകയും ചെയ്തതോടെയാണ് തങ്ങളുടെ പക്കൽ ഈ പരാതി ഒതുങ്ങില്ല എന്ന ഒരു നിലപാട് വരികയും ഇതേക്കുറിച്ചുള്ള വളരെ വിശദമായ ചർച്ചകൾ വരികയും ചെയ്തത്. എന്തായാലും CPM-ന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറി കാര്യങ്ങളൊന്നും പറയുന്നില്ല. മറ്റ് ആരും ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകുന്നില്ല. ഇന്നലെ നമ്മൾ മന്ത്രി മുഹമ്മദ് റിയാസിനെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട പ്രതികരണം ആരാഞ്ഞപ്പോൾ 4-5 തവണ അദ്ദേഹം അറിയില്ല എന്ന് തന്നെ പറഞ്ഞു. രണ്ട് കാര്യത്തെക്കുറിച്ചും. ഒന്ന്, ഈ പാർട്ടിക്കുള്ളിൽ ഇത്തരമൊരു ആരോപണം ഉയർന്നിട്ടുണ്ടോ, PSC അംഗത്വമാക്കാമെന്ന് പറഞ്ഞ് കോഴ വാങ്ങിയിട്ടുണ്ടെന്ന ചോദ്യവും. രണ്ട്, മന്ത്രി മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച പാർട്ടിക്കൊരു പരാതി നൽകിയിട്ടുണ്ടോ എന്ന വാർത്ത ശരിയാണോ എന്ന കാര്യവും. ഈ രണ്ട് കാര്യത്തിലും ഒരു വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. സാധാരണഗതിയിൽ ഒരു വ്യാജ വാർത്ത വന്നാൽ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ എന്തെങ്കിലും ആരോപണം വന്നാൽ ശക്തമായി നിഷേധിക്കുന്ന ആളാണ്. ഈ വാർത്തയെ പേരെടുത്ത് പറഞ്ഞ് നിഷേധിക്കുന്ന അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്ന ആളാണ് മുഹമ്മദ് റിയാസ്. പക്ഷേ ഇന്നലെ അദ്ദേഹം അറിയില്ല എന്ന വാക്കിൽ മാത്രമാണ് ഒതുക്കിയത്. അദ്ദേഹം പരാതി നൽകിയോ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. പക്ഷേ അദ്ദേഹം അറിയില്ല എന്ന വാക്കിലാണ് അത് ഒതുക്കുകയും ചെയ്തത്. അതുകൊണ്ട് കൃത്യമായി എവിടേക്കോ ഈ പുകയുണ്ട്, അപ്പോൾ തീ ഉണ്ടാവും എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതീവ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ കോഴിക്കോട്ടെ പാർട്ടി ഘടകത്തിൽ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി അത് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നു. പ്രമോദ് കോട്ടുളി എന്തായാലും പറയുന്നത് ഇത്തരത്തിൽ ആരോപണമുണ്ടെങ്കിൽ പരാതിക്കാർ മറനീക്കി പുറത്തു വരട്ടെ, അവർ ശബ്ദരേഖകൾ പുറത്തു വരട്ടെ, പാർട്ടി തന്നോട് തനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചെങ്കിൽ അതിന്റെ തെളിവുകൾ വരട്ടെ. എന്തായാലും ഈ നിമിഷം വരെ
ഞാനുമായി സംസാരിച്ച ആ നിമിഷം വരെ ഒരു പാർട്ടി നേതാവും ഈ DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രവീൺ കുമാർ, വലിയൊരു ആരോപണമാണ്. ഈ പ്രമോദ് കോട്ടുളിയെ നിഷേധിക്കുന്നുണ്ട്, പക്ഷേ മുഖ്യമന്ത്രി സഭയിൽ പറയുന്നത് അതിനുള്ള സാധ്യതകൾ സംസ്ഥാനത്തുണ്ട് എന്ന രീതിയിലാണ്. എന്താണ് പ്രതികരണം? ആ സാധ്യത ആരാണ് ഉണ്ടാക്കിയത്? അതെ, ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്വം ഭരിക്കുന്ന പാർട്ടി തൂക്കി വിൽക്കുന്ന കാഴ്ചയല്ലേ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ ആരോപണം പറഞ്ഞത് കോൺഗ്രസ് ആണോ, ലീഗാണോ, പ്രതിപക്ഷമാണോ? അല്ലല്ലോ. പാർട്ടിക്കകത്തുള്ള രണ്ട് മാഫിയകൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ബൈ പ്രൊഡക്റ്റ് അല്ലേ ഈ വസ്തുത പുറത്തു വന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആധികാരികമായി പറയുന്നു, ഇത് ഞാൻ കോഴിക്കോട്ടെ പൊതുസമൂഹത്തോട് മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തോടും CPM-നകത്ത് ജീർണത ബാധിക്കാത്ത സഖാക്കളോട് ഞാൻ പറഞ്ഞത്. കോഴിക്കോട്ടെ CPM-നകത്ത് ഇപ്പോൾ രണ്ട് മാഫിയകളുണ്ട്. ഒരു ഭാഗത്ത് ഒരു മാഫിയക്ക് നേതൃത്വം കൊടുത്തത് മന്ത്രി റിയാസാണ്, മറു മാഫിയക്ക് നേതൃത്വം കൊടുത്തത് പാർട്ടി നേതാക്കളാണ്. ഇവരാണ് എല്ലാത്തിന്റെയും പുറകിൽ. ഇവർ തമ്മിലുള്ള അവിഹിതമായി കിട്ടുന്ന പണത്തിന്റെ പങ്കുപറ്റ തർക്കത്തിന്റെ ഫലമായിട്ടാണ് ഓരോന്നും പുറത്തു വരുന്നത്. ഇത് അഴിമതി എന്ന് പറയുന്ന മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. വലിയൊരു ഭാഗം പുറത്തു കിടക്കുകയാണ്. അതെല്ലാം അന്വേഷിക്കപ്പെടണം. ഇങ്ങനൊരു പാർട്ടിയും അവരോട് ഭരണമാവാൻ പറ്റുമോ? ഒരു മാഫിയയുടെ കൈകളിൽ കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആധികാരികമായി പറയുന്നു, അനധികൃത കോറിയുടെ മാഫിയ, സ്വർണ്ണ മാഫിയ, മണൽ മാഫിയ, മദ്യമാഫിയ, എല്ലാത്തിനും മാഫിയയുടെയും പുറകിൽ മന്ത്രി റിയാസിന്റെ പേര് ഉയർന്നു വരുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? അതിനകത്ത് മന്ത്രി ശുദ്ധനാണെങ്കിൽ, ഇതിനകത്ത് മന്ത്രിക്ക് പങ്കില്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൂടാം? പിന്നെ ഈ ആരോപണവിധനായ പ്രമോദിന് ഒരു 5 ലക്ഷത്തിന്റെ ഇടപാട് നടത്തുള്ള കപ്പാസിറ്റിക്കുള്ളൂ. അദ്ദേഹത്തിന് ഞങ്ങൾക്ക് അറിയാം. അതിന് വലിയ ഇടപാട് നടത്തണമെങ്കിൽ ഉന്നതങ്ങളായ കരങ്ങൾ അദ്ദേഹത്തിന് താങ്ങായിട്ടുണ്ടാവണം. ആ കരങ്ങൾ ആരാണ്? അത് പുറത്തു വരണ്ടേ? അറിയേണ്ട നാട്. ഈ അന്വേഷണം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണല്ലേ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ പറയുന്നു, കോടതി നിരീക്ഷണത്തിലുള്ള സംസ്ഥാന ഏജൻസി അന്വേഷിച്ചോട്ടെ, സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാനത്തെ ഏജൻസിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന് കീഴിൽ ആ സത്യസന്ധത പുറത്തു വരില്ല, സത്യം പുറത്തു വരില്ല, അന്വേഷണം സത്യസന്ധമായി നടക്കില്ല. അതുകൊണ്ട് ഒന്നുകിൽ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള സംസ്ഥാന ഏജൻസി അന്വേഷിക്കണം, അതല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ഭരണഘടനാ സ്ഥാപനത്തിലേക്കുള്ള അംഗത്വമാണ് തൂക്കിവിറ്റത്. ഇത് ഗൗരവമല്ലേ വിഷയം? കേരളത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഈ വിഷയം? കേരളീയ പൊതുസമൂഹം തന്നെ വളരെ ഗൗരവത്തോടെ കാണുന്ന എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ തന്നെ ദുരൂഹതയില്ലേ? നടന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ. സാധ്യതയുണ്ടെന്നാ പറഞ്ഞത്. സാധ്യത ഉണ്ടാക്കിയ സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയതാരാ? ഈ ഭരണകൂടവും CPM അല്ലേ? അത് മാറണ്ടേ? നന്ദി ശ്രീ പ്രവീൺ കുമാർ, താങ്കളുടെ ഈ നിഗമനത്തിൽ. അതായത് ഒരു അന്വേഷണം അത് കോടതി നിരീക്ഷണത്തിൽ സംസ്ഥാന ഏജൻസി നടത്തുക അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയിൽ അന്വേഷിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമായി അനീഷ് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ഈ CPM-ന്റെ നേതാക്കളുടെ മാഫിയ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ കുറേ നാളായി നമ്മുടെ അന്തരീക്ഷത്തിൽ അങ്ങനെ സജീവമായി നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ചും ഈ കോഴിക്കോട്, കണ്ണൂർ മേഖലകൾ കേന്ദ്രീകരിച്ച് അതിന് ബലം പകരുകയാണ് ഒരുപക്ഷെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു അംഗം ഇത്തരത്തിലൊരു കൈക്കൂലി ആവശ്യപ്പെട്ട് എന്നുള്ളത്. അതും മന്ത്രിയുടെയും മറ്റു നേതാക്കളുടെയും ഒക്കെ പേര് കൂടി ചേർത്താണ് എന്ന് പറയുമ്പോൾ അതിനെ ഇത്ര നാൾ അത്ര ഗൗരവത്തോടെ CPM എടുത്തില്ല എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ടല്ലോ. തീർച്ചയായും CPM സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായി. ഇതിനെ തുടർന്ന് തിരുത്തൽ നടപടികൾക്ക് വേഗം കൂട്ടണമെന്ന അല്ലെങ്കിൽ അതിന് ആക്കം കൂട്ടണമെന്ന ആവശ്യം പാർട്ടികളിൽ ഉള്ളിൽ തന്നെ ഉയരുന്ന ഒരു സാഹചര്യം. ഈ പാർട്ടി നേതാക്കൾ പലരും ഈ പണത്തിന് വശഗതരായി മാറുന്നു, അല്ലെങ്കിൽ പാർട്ടി സഹാക്കൾക്ക് ആർത്തി പെരുകുന്നു എന്ന രീതിയിൽ ഈ CPM സംസ്ഥാന സെക്രട്ടറി നടത്തുന്ന വിമർശനം, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ പാർട്ടിയിൽ പ്രവീൺ കുമാർ പറഞ്ഞതുപോലെ രണ്ട് പക്ഷത്തേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. നേരത്തെ തന്നെ വിഭാഗീയതയുടെ അംശങ്ങളുള്ള സ്ഥലമാണ് കോഴിക്കോട് ജില്ലാ പാർട്ടിക്കുള്ളിൽ. അതുകൊണ്ട് അത്തരത്തിലൊരു പാർട്ടിയെ തിരുത്തൽ ശക്തിയായി മാറ്റണമെന്ന് അല്ലെങ്കിൽ പാർട്ടി നേരായ വഴിക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ട്. അവരാവാം ഒരുപക്ഷെ ഇത്തരം വിവരങ്ങൾ പുറത്തേക്ക് വിട്ടുവെന്ന ഒരു രീതിയിൽ തന്നെയാണ് നേരത്തെ പ്രവീൺ കുമാർ പറഞ്ഞപ്പോഴും പറഞ്ഞത്. മറുവശത്തൊപ്പം ഈ സമ്മേളനങ്ങൾ, പാർട്ടി സമ്മേളനങ്ങൾ നടക്കാൻ പോകുന്ന കാലമാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടിയൊക്കെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കാൻ പോകുന്നു. അപ്പോൾ അത്തരത്തിലെ ചില വിഭാഗീയ നീക്കങ്ങൾ ഒരു വശത്തുമുണ്ട്. കാരണം ഈ പുഴുക്കുത്തുകളായ ആളുകളെ പുറത്തേക്ക് നീക്കി പാർട്ടി കൂടുതൽ ശുദ്ധീകരിക്കുന്നതിനുള്ള നീക്കം നടത്തുന്ന ആളുകൾ, അത്തരത്തിലൊക്കെ ആവാം ഒരുപക്ഷെ ഈ വിവരങ്ങൾ പുറത്തേക്ക് വന്നതെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. പക്ഷേ പാർട്ടി അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാണ്. ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും
പാർട്ടിയുടേതായ ഒരു ഔദ്യോഗിക വിശദീകരണം. ഇത്തരം ഒരു അഴിമതി ഇല്ല, അല്ലെങ്കിൽ ഇത്തരം ഒരു കോഴപ്പണ വാഗ്ദാനം ഇല്ലെങ്കിൽ ഒരു വരി പത്രക്കുറിപ്പിലൂടെയെങ്കിലും പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ കഴിയുമായിരുന്നു. 2 ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങൾ സജീവമായി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും ഇക്കാര്യത്തിൽ ഒരു തുറന്ന അഭിപ്രായം പ്രകടിപ്പിക്കാൻ പാർട്ടി സെക്രട്ടറിയോ പാർട്ടിയുടെ മറ്റ് ഭാരവാഹികളോ തയ്യാറാവുന്നില്ല. പാർട്ടിയുടെ സജീവമായി നിൽക്കുന്ന കോഴിക്കോടിന്റെ മന്ത്രി മുഹമ്മദ് റിയാസിനോട് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന 2 വാക്കുകളിൽ മാത്രം അദ്ദേഹം പ്രതികരണം ഒതുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മുഹമ്മദ് റിയാസിന്റെ ഇന്നലത്തെ പ്രതികരണം തന്നെ സംശയാസ്പദമാണല്ലോ അനീഷ്. കാരണം അറിയില്ല എന്ന് 3-4 തവണ ആവർത്തിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങേര് ആരോപണം ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ ആരോപണം ഉണ്ടായിട്ടില്ല, അത് തെറ്റാണ്. അത് പലപ്പോഴും ഈ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ CPM പറയുന്ന മറുപടിയുണ്ട്, ഞങ്ങൾക്കെതിരെയുള്ള ആക്രമണമാണ്, CPM-നെതിരെ മാധ്യമങ്ങളുടെ ആക്രമണമാണ്, എതിരാളികൾ ആക്രമിക്കുന്നതാണ്, അനാവശ്യമായ ആരോപണമാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇവിടെ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും നിഷേധിക്കാത്ത ഒരു ആരോപണം, അതല്ലേ അരുൺ ഇതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്? കാരണം പാർട്ടിക്ക് ഇപ്പോൾ ഈ ആരോപണം കഴിഞ്ഞ 2 ദിവസമായി മാത്രമാണ് മാധ്യമങ്ങളിൽ വന്നത്. അതിന് മുൻപ് തന്നെ അറിയാവുന്ന ഒരു വിഷയം, അത് നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നിയമനത്തിലെ കോഴ വിഷയം. അതിൽ ഇത്രയധികം വിവാദമാക്കി വലിച്ചിഴച്ച് ഈ തരത്തിൽ ചർച്ചകൾക്ക് ശേഷമാണോ ഒരു നടപടി എന്നുള്ളതാണ്. ഈ വിവരം അറിയുമ്പോൾ തന്നെ ഇയാളെ മാറ്റി നിർത്തുക എന്നുള്ള സാമാന്യ യുക്തി CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകാത്തതല്ലേ സംശയാസ്പദം? തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയം CPM-ന് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വ്യക്തമായ വിശ്വസിക്കാവുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ തീർച്ചയായും ചോദിച്ച പോലെ എന്തുകൊണ്ട് ഇതുവരെയും ഇത് ഒരു വാർത്തയാകുന്നതുവരെ, വിവാദമാകുന്നവരെ കാത്തിരുന്നു CPM? എന്തുകൊണ്ടാണ് അത്തരം നടപടിയിലേക്ക് കടക്കാൻ CPM തയ്യാറാകാത്തത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായും അത്തരം സംഘടനാ നടപടികളൊന്നും CPM സ്വീകരിക്കാറില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 1 മാസത്തിലേറെ വോട്ടെണ്ണാൻ സമയമുണ്ടായിരുന്നു. ആ വോട്ടെണ്ണലും പൂർത്തിയായി ഇത്രയും ആഴ്ചകൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ആ നടപടിയിലേക്ക് പോകാൻ CPM തയ്യാറായില്ല? ആരോപണ വിധേയനാണെങ്കിൽ പോലും, ഒരുപക്ഷെ പ്രമോദിനെതിരെയുള്ളതും ഒരു ആരോപണമാകാം, അങ്ങനെ ആണെങ്കിൽ പോലും എന്തുകൊണ്ട് അത്തരം ഒരു വിശദീകരണം ചോദിക്കുകയോ അദ്ദേഹത്തെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയോ പോലും ചെയ്യാതെ CPM ഇപ്പോഴും ഇക്കാര്യത്തിലൊരു മൗനം തുടരുന്നു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് മുഖ്യമന്ത്രി അന്വേഷണമുണ്ടാകുമെന്നൊക്കെ സാധാരണ പറയും പോലെ പറഞ്ഞുപോയി എന്നത് വസ്തുതയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ CPM-ന്റേത്? തെറ്റിദ്ധരുത്തൽ നടപടിയിലേക്ക് കടക്കുന്ന പാർട്ടിയാണ് CPM. ആ തെറ്റിദ്ധരുത്തൽ ഇത്തരത്തിൽ എല്ലാവരും സർക്കാരായി മാറുന്നു, അധികാര കേന്ദ്രങ്ങളായി മാറുന്നു എന്ന ആരോപണമൊക്കെ സ്വയം വിമർശമായി തന്നെ നേരത്തെ CPM നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ഉന്നയിച്ചതാണ്. ഇത്തരത്തിൽ ഭരണത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന, ഭരണാധിപന്മാരോട് വളരെ ചേർന്ന് നിൽക്കുന്ന നേതാക്കൾ PSC പോലൊരു ഭരണഘടനാ സ്ഥാപനത്തെ ഇത്തരത്തിൽ ദുരുപയോഗിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അതീവ ഗൗരവതരമായ വിഷയമാണ്. അവിടെ CPM-ന്റെ ആഭ്യന്തര അന്വേഷണം കൊണ്ട് മാത്രം തീരുന്ന വിഷയമാകില്ല അത്. അതുകൊണ്ട് ആഭ്യന്തര അന്വേഷണത്തിന് പോലും ഒരു നടപടി CPM സ്വീകരിച്ചിട്ടുമില്ല. ഇപ്പോഴും 2 സെക്രട്ടറി അംഗങ്ങൾക്ക് അന്വേഷിച്ചു നൽകിയത് പറഞ്ഞല്ലാതെ കൃത്യമായൊരു നടപടിയിലേക്ക് CPM കടന്നിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് കൂടി CPM വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. അതാണ് സാഹചര്യം. ഏതായാലും കോഴിക്കോട്ട് വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നടക്കുകയാണ്. ക്ഷമിക്കണം അനീഷ്, ഇന്നൊരു CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇയാളുടെ പാർട്ടിയിൽ CITU-വിലും പാർട്ടിയിലും ഇവയൊക്കെ സ്ഥാനമുണ്ടല്ലോ, ഭാരവാഹിത്വത്തിൽ മാറ്റുകയും ചെയ്യുമെന്നൊക്കെയുള്ള സൂചന ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരമൊരു യോഗത്തിലേക്ക് ഇന്ന് കടക്കാതിരുന്നത്? അടിയന്തരമായ ഒരു നടപടി ഇയാൾക്കെതിരെ പാർട്ടി തലത്തിൽ, ഒപ്പം ഈ കോൺഗ്രസ് ഒക്കെ ആവശ്യപ്പെടുന്നത് പോലെ പോലീസിൽ ഒരു പരാതി പോയാൽ ഉണ്ടാകാവുന്ന അന്വേഷണവും CPM-നെ പ്രതിരോധത്തിലാക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യുന്നുണ്ടോ പാർട്ടിയും നേതാക്കളുമൊക്കെ? പാർട്ടി സാധാരണ തിങ്കളാഴ്ച ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് യോഗം ചേരാറുള്ളതായിരുന്നു. പക്ഷേ ചേരുമെന്ന ചില സൂചനകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പാർട്ടി ഓഫീസിന്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പാർട്ടി ഓഫീസിൽ നിന്ന് മനസ്സിലായത് ഇന്ന് മേഖലാ റിപ്പോർട്ടിങ്ങുകൾ നടക്കുന്നതിനാൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇന്ന് ഓഫീസിലേക്ക് എത്തില്ല എന്നും പറയുന്നു. മറ്റു പ്രമുഖ നേതാക്കൾ ആരും ഇതുവരെ പാർട്ടി ഓഫീസിലേക്ക് എത്തിയിട്ടുമില്ല. പാർട്ടി ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവും നൽകുന്നില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കുറച്ചുകൂടി ലഘുവായ കാര്യങ്ങൾ മാത്രമാണ് നടന്നത് എന്നൊരു വിശദീകരണമാണ് ഈ ചില നമുക്ക് വിശ്വസനീയമായ ചില ഉറവിടങ്ങളിൽ നിന്നും പാർട്ടിക്കുള്ളിൽ നിന്ന് നടക്കുന്നത്. ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചെന്നോ അല്ലെങ്കിൽ അന്വേഷണത്തിനായി ഒരു സമിതിയെ നിയോഗിച്ചെന്നോ ഒന്നും ആ പാർട്ടി ഇപ്പോഴും തുറന്നു സമ്മതിക്കുന്നില്ല. ഇക്കാര്യം അടുത്ത സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുമെന്ന രീതിയിലുള്ളൊരു വിശദീകരണം മാത്രമാണ് നമുക്ക് ഈ പാർട്ടിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം PSC അംഗത്വം എന്ന കാര്യവും ഉയർന്നു വന്നിട്ടില്ല എന്ന രീതിയിലൊക്കെയാണ് അവർ വിശദീകരണം നൽകുന്നത്. എന്തായാലും പാർട്ടിക്കുള്ളിൽ തന്നെ ഈ വിഷയം പരമാവധി ഒതുക്കി തീർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം
പുറത്തുപോയി വളരെ പെട്ടെന്ന് പരാതി പറയാത്ത തരത്തിലുള്ള ഒരിടത്തു നിന്നുമാണ് ഈ ഇടപാടുകൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് CPM-നോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ആളുമാണ് ഈ കോഴയ്ക്കായി എത്തിയ ആളും. അതുകൊണ്ട് അവരും ഇക്കാര്യം പുറത്തു പറയില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇനി വരും മണിക്കൂറുകളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ തന്നെ പ്രമോദ് കോട്ടൂളി തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇത്തരത്തിൽ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ, ശബ്ദരേഖയുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ, പരാതിക്കാർ ആരാണെങ്കിൽ അവർ മറന്നീക്കി പുറത്തേക്ക് വരട്ടെ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ ഈ പരാതിക്കാർ രംഗത്തെത്തുമോ എന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും അങ്ങേയറ്റം സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയാണ് കോഴിക്കോട്ടെ CPM ഇപ്പോൾ കടന്നു പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ഇക്കാര്യത്തിൽ നൽകിയിട്ടില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര തലമായി ഈ വിഷയം വളരെ സജീവമായി ചർച്ച ചെയ്യുന്നുമുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. പാർട്ടിക്കുള്ളിൽ